പാല എറണാകുളം റോഡില് 18 സെന്റ് സ്ഥലത്തിനകത്ത് 2900 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്ത ഒറ്റ നില വീടായിട്ട് അകത്തോടെ സ്റ്റെയർ കേസ് ഒക്കെ കൊടുത്തുകൊണ്ട് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഇനിയും ഒരു ബെഡ്റൂം കൂടി 1-2 ബെഡ്റൂം കൂടി വേണം എന്നുള്ളവർക്ക് നല്ല ഗംഭീരമായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന തേക്കൻ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഹോളാവട്ടെ ഡൈനിങ് ആവട്ടെ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി അതുപോലെ സെപ്പറേറ്റ് ഒരു പ്രയർ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല കിടുക്കാഴ്ചയായിട്ടുള്ളൊരു വീട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. 18 സെന്റ് സ്ഥലം, 2900 സ്ക്വയർ ഫീറ്റ്. ചോദിക്കുന്ന വില 1,48 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പള്ളിയിലേക്ക്, അമ്പലത്തിലേക്ക്, അല്ലെങ്കിൽ കടകളിലേക്ക്, ബാങ്കിലേക്ക് അങ്ങനെയൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 400 മീറ്റർ ദൂരം മാത്രമാണ്. അപ്പോൾ പാല എറണാകുളം റോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. നേരെ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനാച്ചൽ ഹോംസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഇതാ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മനോഹരമായ ഗംഭീരമായ നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയിരിക്കുക. മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം എന്ന ഉടമ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കാം. കാരണം ഒത്തിരി പേർ ആഗ്രഹിക്കുകയും വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് ഒരു 10, 15, 20 സെൻറ്റിനൊക്കെ ഉള്ള സ്ഥലങ്ങളും വീടുമൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അവരുടെയൊക്കെ ഫോൺ നമ്പർ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തിരിച്ച് വിളിച്ച് പറയാൻ പറ്റില്ല. പലരോടും ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു നല്ലൊരു വീട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുത്തിട്ട് കഴിയുമ്പോൾ അവർ നമ്മളെ വിളിച്ചോളും എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് കാണാം മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെയൊക്കെ പുല്ല് പിടിപ്പിക്കുവാനായി നാച്ചുറലായിട്ടുള്ള ഗാർഡൻ ചെയ്യുവാനായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇട്ടിരിക്കുക. 2 സൈഡിലും കാണാം, ഇപ്പുറത്തെ സൈഡിലും എല്ലാം ഗാർഡൻ ചെയ്യുവാനായിട്ടുള്ളതൊക്കെ ഫിനിഷ് ചെയ്താണ് തരിക. ഗാർഡനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സൈഡ് വരി, നല്ലൊരു സൈഡ് വരിയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു തേക്കിൻ തടികളാൽ നിർമ്മിതമായ ജനൽപ്പാളികളാണ്. ബാക്ക് സൈഡിൽ പോയി നമുക്ക് നോക്കാം. 18 സെൻറ്റ് സ്ഥലമാണ്. 18 സെൻറ്റിന് മേളിൽ 19 സെൻറ്റാണ് ആധാരത്തിൽ. പക്ഷേ റോഡിനുള്ള സ്ഥലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡൊക്കെ മുകളിലോട്ട് പോകുന്ന റോഡൊക്കെ, അപ്പുറത്തെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട റോഡൊക്കെ ശകലം ഇറക്കി കൊടുത്താലും നമുക്ക് ഇത്രയ്ക്ക് നഷ്ടം വരാനുള്ളൂ. അങ്ങനെയൊക്കെ കൊടുത്ത് ചിലപ്പോൾ ഒരു അളന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 18-നും 19-നും ഇടയ്ക്കായിരിക്കും സ്ഥലം. അതുകൊണ്ട് തന്നെ 18 സെൻറ്റ് എന്ന് പറയുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 സെൻറ്റ് സ്ഥലവും വീടും എന്നാണ് നമ്മളിവിടെ പറയുക. നമ്മുടെ കിണറാണ് ഇവിടെ താഴെ കാണുന്നത്, ഈ കിണർ. അപ്പോൾ 2 വീടുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഇപ്പുറത്തെ പ്ലോട്ടിനും ഈ വീടിനും ഒരു 1000 വീട്ടുകാർ ഉപയോഗിച്ചാലും പറ്റാത്ത രീതിയിലുള്ള വെള്ളമുള്ള നല്ല കിണറാണ്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. ബാക്ക് വ്യൂ കണ്ടാൽ പോലും ഫ്രണ്ടാണെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് നല്ല ഡിസൈൻ വർക്കുകളാണ് ബാക്കിൽ നിന്ന് പോലും കൊടുത്തിരിക്കുക. ഒരു ബിൽഡറുടെ ഒരു മേന്മ എന്ന് പറയുന്നതാണ്. കാരണം അതുപോലെ നല്ല ഒരു കൺസെപ്റ്റിൽ, അതായത് വ്യൂ കിട്ടുന്നവിടെ മാത്രം നന്നായാൽ പോരാ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു ബിൽഡറാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് മേടിക്കാം. നമ്മൾ വേണ്ട സൈഡ് വഴി വന്ന് നമ്മൾ ഇവിടെ ഈ ഫ്രണ്ടിൽ ഈ സൈഡൊക്കെയാണ് ഗാർഡൻ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ നേരെ ഇവിടെ കാർ പോർച്ചിലേക്ക് കയറി. കാർ പോർച്ച് വലിയ കാർ പോർച്ചാണ്. ഒരു ട്രാവലറൊക്കെ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ള കാർ പോർച്ചാണ്. ഈ ബാംഗ്ലൂർ സ്റ്റോൺ മൊത്തം വിരിച്ച് അവിടെയെല്ലാം ഗാർഡനായിട്ടൊക്കെ ചെയ്ത് നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് അങ്ങനെ ചെയ്തു തരും. ഗ്രാനൈറ്റ് കൊണ്ടുള്ളൊരു സിറ്റ് ഔട്ടിലാണ് നമ്മൾ കയറിയിരിക്കുക. അവിടുന്ന് നമ്മൾ ഇതാണ് സിറ്റ് ഔട്ട്. ഇത് ഫ്രണ്ട് ഡോറുകൾ നമ്മൾ കാണുന്നു. ജനൽപ്പാളികൾ മുഴുവൻ തേക്കാണ്. ഈ ഫില്ലറുകളിലൊക്കെ ടെക്സ്ചർ വർക്കുകൾ ചെയ്യാനായിട്ടുള്ളതാണ്. പണി തീർന്ന് വരുന്നതേ ഉള്ളൂ. ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ്. ഫ്രണ്ട് ഡോറ് കാണുമ്പോൾ അതും തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. അകത്തെ ഡോറുകളൊക്കെ തേക്കാണ്. ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിർമ്മിക്കപ്പെട്ടു. ഡബിൾ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിർമ്മിക്കപ്പെടുകയും എന്നാൽ ഏറ്റവും നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുകയും
പാലാ എറണാകുളം ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 400 മീറ്റർ ദൂരമാണ്. പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം പാലാ ടൗണിൽ നിന്നും വരുമ്പോൾ ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. റെസിഡൻഷ്യൽ മേഖലയാണെങ്കിലും ഒരു പ്രൈവസിക്ക് ഒട്ടും കോട്ടം തരാത്ത രീതിയിലുള്ള നല്ലൊരു മേഖല കൂടിയാണ് ഇത്. നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്കാണ് കയറിയത്. സ്വീകരണ മുറിയിലെ വർക്കുകൾ നമുക്ക് കാണാം. നല്ലൊരു പാർട്ടീഷൻ വർക്കുകളൊക്കെയാണ് ഇവിടെ കാണുക. അവിടുന്ന് നമ്മൾ നേരെ ഇത് ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിയുമ്പോഴും നല്ല ജിപ്സം വർക്കുകൾ, ഇൻറ്റീരിയർ ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളെല്ലാം നമുക്ക് കാണാം. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ്. പണിക്കാരെ പെയിൻറ്റിങ്ങുകാരുടെ ലാസ്റ്റ് ഫിനിഷിങ് ടച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സ്റ്റാൻഡൊക്കെ ഇവിടെ കാണുന്നത്, നിലയൊക്കെ ഇവിടെ കാണുന്നത്. ഇത് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ വരുന്നത്. ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. വലിയ ടി വികൾ വെക്കാവുന്ന രീതിയിലുള്ള പോയിൻ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് രൂപക്കൂടിൻ്റെ പോയിൻ്റ് വന്നിരിക്കുക. രൂപക്കൂട് നല്ലൊരു രൂപക്കൂട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ രൂപക്കൂട് ചെയ്തിട്ടുണ്ട്. രൂപമൊക്കെ വെക്കാവുന്ന രീതിയിൽ ആണ്. ഒരു പ്രയർ ഏരിയ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ഏരിയ. അതേത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവരുടെ ദൈവത്തിൻ്റെ ഫോട്ടോയും രൂപങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ നല്ലൊരു പ്രയർ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻസ് പ്രയർ ഏരിയ ആണെങ്കിൽ ഹിന്ദുക്കൾ പൂജാമുറി എന്നും പറയും. അത് രണ്ട് രീതിയിലും നമുക്ക് മാറ്റാവുന്ന രീതിയിലാണ്. ഇതുണ്ട് ലൂക്കറിൻ്റെയാണ് സ്വിച്ചുകളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വയറിംഗ് എല്ലാം ലൂക്കർ അല്ലെങ്കിൽ വി-ഗാർഡ് അല്ലെങ്കിൽ ഫെനോലെക്സ് ഇങ്ങനെയുള്ള കമ്പനികളുടെ മാത്രമാണ് മൊത്തം കമ്പനി സാധനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. വലിപ്പമേറിയ ബെഡ്റൂമുകൾ 6x3 ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6x3 ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വില ഭയങ്കര കൂടുതലാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് കബോർഡുകൾ നമുക്കിവിടെ കാണാം. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇത് മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ ബെഡ്റൂമുകളിൽ കാണുന്നത്. അവിടുന്ന് നമ്മൾ ഇത് ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നു. ഡ്രസ്സിങ് ഏരിയയിലും ചെറിയ കബോർഡുകളുണ്ട്. അതുപോലെ മിററുണ്ട്. ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുക. ടൈല് വർക്കുകൾ കൊണ്ട് അതിമനോഹരമായ നല്ലൊരു വീടാണ് ഇത്. നല്ല ടൈൽ വർക്കാണ് ഈ ടോയ്ലറ്റിലൊക്കെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ കാല് തേച്ച് കഴുകാനായിട്ടുള്ള സ്റ്റോണൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ അല്ലെങ്കിൽ ജാഗ്വാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കമ്പനി സാധനങ്ങളാണ് മൊത്തം ബാത്റൂം ഫിറ്റിങ്സുകൾ. ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റ്, അതുപോലെ LED സ്പോട്ട് ലൈറ്റുകൾ. ഇതാണ് ഓരോ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ. നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. വലിപ്പം കൊണ്ട് വലിയ ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെയും ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ 2 സൈഡിലും 3 പാളി ജനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്നത് ഒരു സൈഡിൽ 4 ഒരു സൈഡിൽ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വായു സഞ്ചാരമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ്. ഇതുണ്ട് കബോർഡുകളൊക്കെ ആണെങ്കിലും മൾട്ടിവുഡ് ഉപയോഗിച്ചുള്ള നല്ല ഗംഭീരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു വാർക്കകത്തുനിന്ന് കൊടുത്തിരിക്കുന്ന 2 LED സ്പോട്ട് ലൈറ്റുകൾ, അതുപോലെ തന്നെ LED ട്യൂബ്, അതുപോലെ തന്നെ ഫാന്, വോൾട്ടേജ് തീരെ കുറവുള്ള സമയത്തും അതുപോലെ തന്നെ എന്താ പറയുന്നത് കറണ്ട് കുറച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെ എന്തോ ഒരു സിസ്റ്റം പറഞ്ഞു. അതുപോലെയുള്ള ഫാനുകളാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഒരിക്കലും കറണ്ട് ചാർജ് കുറച്ച് വരാവുന്ന രീതിയിലുള്ള ഫാനുകളാണ്. ഇതുകൊണ്ട് വലിപ്പമേറിയ ടോയ്ലറ്റുകളാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷവറ് കാര്യങ്ങൾ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ഒരു വില ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കൂടെ കീപ്പ് ചെയ്യണം എന്നുള്ള തിയറി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയോട് കൂടിയുള്ള നല്ല ഗംഭീരമായിട്ടുള്ള വീടാണ്. നമ്മളെപ്പോഴും ഗംഭീരമാണെങ്കിൽ ഗംഭീരമാണെന്ന് തന്നെ നമ്മൾ പറയണം.
ഒരാൾ അത്രയും അഫോർഡ് ചെയ്ത് അതുപോലെ കഷ്ടപ്പെട്ട് ഒരു നിർമ്മിക്കപ്പെട്ട വീട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന വർക്കിലുള്ള ആ ക്വാളിറ്റി എത്രയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കടകളിലും കയറി പല ഡിസൈനുകൾ കണ്ടിട്ട് ആ ഡിസൈൻ അനുസരിച്ചുള്ള പല മെറ്റീരിയലുകൾ കണ്ട് അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് എടുത്തിരിക്കുന്ന നല്ല ഒരു വീടാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളും കണ്ടതിന് ശേഷം ഈ ഡൈനിങ് ഹാൾ വഴി തന്നെയാണ് നമ്മൾ പോയി അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ഫാൻസി ലൈറ്റുകൾ, ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ഇതെല്ലാം നമുക്ക് കാണാൻ ഗംഭീരമാണ്, അതിഗംഭീരമാണ്. വൈറ്റ് വാമ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ. അതല്ലാതെ പച്ച, നീല, മഞ്ഞ ഇങ്ങനെയുള്ള കടുംപെട്ട് കളറുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. കടുംപെട്ട് എന്ന് പറയാൻ പാടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള കളറുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡ് വീടുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ വേണം. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന ഇപ്പോൾ ബാത്റൂം ഫിറ്റിങ്സുകൾ നല്ല കമ്പനി ഉപയോഗിച്ചിട്ട് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം വേറൊരു ലെവലിലേക്ക് ഉപയോഗിക്കുന്നതൊക്കെ മഹാവൃത്തികേട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും മാറി ഇപ്പോൾ കുറച്ചും കൂടി നല്ല ഒരു ലെവലിലായിട്ട് ചിന്തിക്കുക, എല്ലാ രീതിയിലും അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് ടോയ്ലറ്റിലും വന്നിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. ഇത് മൾട്ടിവുഡ് ആയതുകൊണ്ട് മഴ നനഞ്ഞല്ലോ. മൾട്ടിവുഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കില്ല, വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല, ചെതല് പിടിക്കില്ല, അതുപോലെ തന്നെ കുത്തല് പിടിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോയ്ലറ്റിലൊക്കെ വേണമെങ്കിലും മൾട്ടിവുഡ് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം എന്തായാലും ഇപ്പോൾ വെള്ളം അതിലോട്ട് കോരി ഒഴിച്ചാൽ പോലും നമുക്കത് പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ്. തടിയേക്കാളൊന്നും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മൾട്ടിവുഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം മൂന്നാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത്. സ്റ്റെയർ കേസിന് സമീപത്ത് തന്നെയാണ്. ഇനി നാലാമത്തെ ബെഡ്റൂം കാണാനായിട്ട് കയറുകയാണ്. നാലാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. പണിക്കാരുടെ പണി സാധനങ്ങൾ, തുണികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. എങ്കിൽ പോലും നല്ല വീട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, വീടിൻ്റെ ഓരോ മുക്കും മൂലയും മനസ്സിലാക്കുവാനായിട്ട് മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോകൾ എല്ലാവർക്കും ഉപകരിക്കുന്നുണ്ട്. വിദേശത്തിരുന്നു കൊണ്ട് വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയായിരുന്നു. ഞങ്ങൾ വിദേശത്തിരുന്നു കൊണ്ട് വീട്ടുകാരെ പറഞ്ഞു വിട്ടാൽ മാത്രം മതി, ബാക്കിയെല്ലാം വീഡിയോയിലുണ്ടല്ലോ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലൂടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ കൺസെപ്റ്റ് മാറ്റിയെടുത്തത് തന്നെ മീനച്ചിൽ ഹോംസ് ആണ്. അതുകൊണ്ട് തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോകൾ ഇഷ്ടമാകുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, നല്ല നല്ല കമൻറ്റുകൾ എഴുതാനൊക്കെ ഒന്നും മടിക്കരുത്. കാരണം അങ്ങനെ നല്ല ലൈക്കുകളും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുക. നമ്മളപ്പോൾ 4 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചൺ മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല ഡീസൻ്റ് കബോർഡ് വർക്കുകളാണ്. നല്ല ഒത്തിരി നമ്മുടെ പലചരക്ക് സാധനങ്ങളാവട്ടെ, നമ്മുടെ പാത്രങ്ങളാവട്ടെ, അടുക്കളയിൽ എന്തുമാത്രം സാധനങ്ങൾ കയറാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അതുപോലെ കബോർഡ് വർക്കുകൾ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കബോർഡ് വർക്കുകൾ, നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതും ഏറ്റവും നല്ല കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇവിടെ കിച്ചണിലെ ജിപ്സം വർക്കുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ നമുക്ക് കാണാം. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നല്ല കബോർഡ് വർക്കുകളുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ചെറിയൊരു സിറ്റ് ഔട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ ഇവിടെ കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ. നമ്മളിനി മേളിലെ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. നേരെ കിച്ചൺ വഴി നമ്മൾ നേരെ ഹോളിലേക്ക് കയറി സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ നമുക്ക് നോക്കണം. നല്ല ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന സൂപ്പർ ഹാൻഡ് റെയിലുകളാണ്.
അത് കാണിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ദൃശ്യങ്ങളും കൂടി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇവിടെയാണ് ഇൻവെർട്ടറിൻ്റെ പോയിൻ്റൊക്കെ വന്നിരിക്കുന്നത്, ഈ വാഷ് ഏരിയയുടെ താഴെയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ വീട്, ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.